സൈനൊക്കെ ഞാൻ ഈ ചേനക്കാണ്ട് പിരായാലോ അല്ലാന്റെ അരച്ച് പിരാണ്ട് ഞങ്ങൾക്ക് പിരാൻ കമ്പുണ്ടെന്നുണ്ടെങ്കിൽ ആൾ കേരള പിരാൽ ഫാൻസ് അസോസിയേഷൻ വരുന്ന മാസം 15-ാം തീയതി ഒരു പിരാൽ മത്സരം നടത്തുന്നത്. ജയിലാണ് പങ്കെടുത്തോ? തിരിച്ചിട്ടില്ല. പുനരച്ചങ്ങായി പഴയ കാലത്ത് കാരണന്മാര് പറയില്ലേ 4 ചുട്ട 800 ഉണ്ടാവില്ല, 1000 പിരായി ആനയും പടിന്നൊക്കെ. ചില പഹേരൊക്കെ ആണ് പിരായിട്ടം കാണുണ്ടെങ്കിൽ പൊന്നരച്ചങ്ങായി കോങ്ങ് വരണ്ട് പൊട്ടിച്ചാടും. ഇടി കൊണ്ടമാരുണ്ട് പൊട്ടിച്ചാടും. ഇപ്പോൾ ഉദാഹരണത്തിന് 1960 കാലത്തിൽ നമ്മളെ കോങ്കണ്ടം കുഞ്ഞാലം വയനാട്ടിൽ നസ്രാളിയാക്ക് പൂളത്താൻ വേണ്ടി പോയി. അന്ന് ഇപ്പോഴൊക്കെ പാടെ കൂട്ടത്തിൽ പൂളത്തിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചോലയിൽ വിളിച്ചിട്ട് കണ്ടി ഒന്നിച്ച് ചോറിച്ച് കിടന്നുറങ്ങലാണല്ലോ. ഈ കൊടുന്നുറങ്ങുന്ന സമയത്ത് ഇപ്പം ഭയങ്കരമായിട്ട് കൂർക്കം വലിച്ചും. അങ്ങനെ നിലമ്പൂരിൽ കയറി എന്നൊരു കാക്ക അങ്ങനെ പാത്താന്ന് കാണിച്ചത് പിന്നെ ഈ കൂർക്കമ്പൽ ഇങ്ങനെ കെട്ടങ്ങനെ പണ്ടാരക്കാലം കപ്പിറുള്ളമ്പോൾ കൂടി വെള്ളം കോരിന മാതിരി അന്നോട് പറയാം. ഈ സാധുണ്ട് പറഞ്ഞു തീർന്നില്ല. കോങ്കണ്ടം കുഞ്ഞാലം കണ്ടത്ര കിടക്കപ്പായി കിടന്നിട്ട് അസുമാര ആൾക്കാർ വെച്ചിട്ടൊരു വലി. അങ്ങനെ ഈ സാധുവിന് അന്ന് മുതലായിട്ട് പനി തുടങ്ങിയിട്ട് ഇപ്പം 10,000 കെടുത്തിയായിരുന്നു വിലക്കെ പാടെ. 42 ദിവസം നിന്നാണ്ട് പനിച്ചിട്ട് 10,000 കാലൊക്കെ കോയി ഇതാറ് ചവിട്ടിമാരിങ്ങനെ ആടിയായിരുന്നു. കാരണം എന്താ കാരണം അറിയോ? അപ്പം പനിച്ചിട്ട് ഇങ്ങനെ വിറക്കിയിരുന്നു. എടാ 4 ചുട്ട 800 ഉണ്ടാവില്ലാന്ന്. പിന്നെ പഴയ കാലത്ത് ഞാൻ മാണയംകുളത്ത് കുഞ്ഞാമതാക്കാനായിട്ട് ആട്ടുംകുട്ടൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോയ നേരത്തെ എന്നോട് പറയാം ഓലക്കമ്മ പാന്തം ചിറ്റമാരി തടിയില്ലാത്തൊരു കാക്ക കൊടുക്കും ഇങ്ങനെ വന്നിട്ട്. കാക്കാക്ക് അപ്പൊ കുറച്ച് കുമ്പിയുണ്ട്. ഈ കാക്കാനെ കണ്ടേക്കനെ ഇന്റെ ഒപ്പം വന്നവൻ പറഞ്ഞു കൗകും മാമനെ കിട്ടിയമാരി ഓന്റെ പള്ളാന്ന്. പൊന്നാരച്ചങ്ങായി ഈ സാധു ഒരു ആട്ടുംകുട്ടിനെ പിടിച്ചിങ്ങനെ നിൽക്കായിരുന്നു. എന്നോട് പറയാം നമ്മൾ ഈ കയലുള്ള മൂരുകുട്ടികൾ കയനുകുട്ടിയുടെ കയലും കുട്ടി ചാടി കിടക്കണ മാതിരി നിന്നോടത്താണ് വിറച്ച് വീണിട്ട്. ഞാൻ അപ്പം മിഞ്ഞാന്ന് അയാളെ കണ്ട്. ഇപ്പം അയാൾ ഇങ്ങനെ നടക്കുന്ന നേരത്തെ എന്നോട് പറയാം ഇങ്ങനെ ഒരു വലിച്ചിലാണ്. അതേമാതിരി ഞാനും ഐസ് മുനീറും കുഞ്ഞാമതും പാടെ പള്ളിക്കണ്ടത്തിന്റെ ചെരുവിൽ ഇങ്ങനെ പള്ളിയടായിൽ വിക്കാസ് കുടുങ്ങിയമാർ ഇങ്ങനെ കുടുങ്ങിയിട്ട് ഇങ്ങനെ ബലങ്ങിച്ച് നിൽക്കണ നേരത്തെ എന്നോട് പറയാം ഒരു കാലം കരിമ്പമ്പാൽ അവിടെ ഇങ്ങനെ വളയിച്ചാണ്. വളയിച്ചുമ്പോൾ തന്നെ കുഞ്ഞാമത് കണ്ടേക്കെന്നെ പറഞ്ഞ ആടി ഇജ്ജ് പഴയ സാരി മാറ്റി പുതിയ സാരി എടുക്കുകയാണില്ലേന്ന്. കുഞ്ഞാമത് അല്ലേ എന്നുള്ളത് മുഴുവൻ പറഞ്ഞില്ല. എന്നോട് പറയാം കരിമ്പമ്പാൽ അവിടെ കിടന്നിട്ട് 2 തിരിച്ചില്ല. തിരിച്ചിട്ട് അവിടെ കിടന്നിട്ട് ചത്തു. പൊന്നാരച്ചങ്ങായിയെ ചില പഹേര് പിരായിട്ടും കാണുന്നുണ്ടെങ്കിൽ മനസ്സും തുമ്മും മാറിഞ്ഞതായി പോലെ. പിരാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞിട്ടും കാണുന്നുണ്ടെങ്കിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആൾ കേരള പിരാൽ ഫാൻസ് അസോസിയേഷൻ 1ാമത് പിരാൽ മത്സരം അടുത്ത മാസം 15-ാം തീയതി നടത്താൻ പോണത്. ഒരു കുന്നമ്പായ കൊലച്ച് നിൽക്കുന്നതിന്റെ ചോട്ടാണ് കൊണ്ടുപോയി നിർത്തി വമ്പുള്ള പിരാക്കേരെ ഭരിക്ക് നിർത്തി പിരായടാന്നാണ് പറയും. അതിൽ ഇവരാണ്ട് പിരാണ് ഒന്നിക്കലോ കൊലച്ച് നിൽക്കണ ബായുടെ കൊലണ്ട് പൊട്ടിച്ചാണ് അല്ലെങ്കിൽ ബായുടെ കടണ്ട് പൊട്ടണം. അതിന് കേജനം കാട്ടി ഓനക്ക് 1 ലക്ഷം റുപ്യ പിരായിന് തള്ളിട്ട 1 ലക്ഷം കൊടുക്കും. ഞാനാടോ ഗ്യാരണ്ടി ആയിക്കോട്ടെ. എത്ര സമ്മാനങ്ങളുണ്ട്? മൊത്തം 3 സമ്മാനം. 2ാം സമ്മാനം 50,000 ഉണ്ട്. 2ാം സമ്മാനത്തിന്റെ പരിപാടി എന്താ വെച്ചാൽ കണ്ടി അലോക്കിന്റെ ഒരു കുമ്പളങ്ങ തോട്ടം. എകരത്ത് ഇങ്ങനെ കുമ്പളങ്ങ ഇങ്ങനെ തൂങ്ങി കംസക്കുരിക്കൾ അമ്മിയും കൂടി പോണ മാതിരി കുമ്പളങ്ങ ഇങ്ങനെ തൂങ്ങിക്കല്ല. അത് പിരായിക്കനെ കുമ്പളങ്ങ വള്ളിമെന്ന് നറ്റ് കീപ്പിട്ട് കുന്താണി വെളുപ്പിച്ചിട്ടുണ്ട് വെക്കണം. ഓനക്ക് 2ാം സമ്മാനം 50,000. 3ാം സമ്മാനം അലോക്കിന്റെ ഒരു ആലുമുണ്ടാവും. കണ്ടമാന ആവല് തല കീപ്പിട്ടാക്കി കേറുന്നോളിച്ചിന് പിരായിട്ടായിട്ടാണ് കീപ്പിട്ടുണ്ട് തള്ളിയിടണം. 10 ചാടിച്ചാൽ മതിയോ? 25,000 രൂപ 3ാം സമ്മാനം. കേരള ചരിത്രം ആദ്യമായിട്ടാണ് പിരാല് മത്സരം നടക്കുന്നത്. എന്ന് എപ്പോ എവിടെ വെച്ചിട്ടുള്ള വിവരം ഞാൻ പിന്നീട് പറയും. പ്രോത്സാഹനം എന്തിനാ അടച്ചങ്ങായെ? കേരളത്തിൽ അന്തം വിട്ട പിരാക്കുകളെ പരിചയപ്പെടാനും ഒന്ന് കാണാനുള്ള അവസരമാണ്. പിരാ അറിഞ്ഞില്ലെങ്കിൽ ഇജ്ജ് വന്നോ? കേരളത്തിൽ അറിയപ്പെടുന്ന പിരാക്കുകളെ വരിക്ക് നിർത്തിയിട്ടുള്ള മത്സരം നടക്കുന്നത്. പിന്നെ വേറെ ഒന്നും അന്നോല് പിരായിട്ട് കാണുന്നില്ല. ജമ്മീൻ ചാടിച്ചാരി കിടന്ന് ചുരുളും ചോദിച്ചു. അതുപോലെ മുന്നിൽ പോയിട്ട് കണ്ണും തള്ളിയിട്ട് ഇങ്ങനെ നിൽക്കണ്ട. വിജയിച്ച ആളായിരിക്കും പിന്നെ ഒരു സെലിബ്രിറ്റി ആയിട്ട് വരാൻ പോണല്ലേ. കേരളത്തിൽ ഏറ്റവും വലിയ പറഞ്ഞ മൊയ്തീൻ ശേഖരനെ വിളിച്ച മാതിരിയാടാ വായി കൂടെ ഉത്തരണ്ട് കിട്ടുന്നത്. അപ്പൊ ഞാനൊക്കെ വിരാ നിൽക്കാതെ അറിയോ? നമ്മൾ പറഞ്ഞ ആ ദിവസത്തേക്കാണ് പോകുന്നോളിട്ടാ.